ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ അന്വേഷണം അടുത്തായിട്ട് എത്താൻ പോകുന്നത് സിനിമാ നടൻ ജയറാമിനേക്കാണ്. പിന്നെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. ഇങ്ങനെ അന്വേഷണം നീങ്ങുമോ എന്നുള്ളൊരു സംശയം. ഇപ്പോൾ എൻ വാസുവിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കൂടാതെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, പിന്നീട് അതൊരു ദേവസ്വം മന്ത്രി, ഒപ്പം ഒരു സെലിബ്രിറ്റി, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ കലങ്ങി മറിയല്ലേ ശബരിമല കൊള്ള എന്ന് പറയുന്നത്. അല്ല, വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടത് വികസിച്ച് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ജയറാമിനെ പോലുള്ള ആളുകളെ ഇതിനതിൻ്റെ ഭാഗമാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ഭക്തിയായിരിക്കും. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെ അതിൻ്റെ ഭാഗമായി തീരുന്നു എന്ന് പരിശോധിച്ചാൽ അത് ഭക്തിയല്ലല്ലോ, അത് അഴിമതിയാണ്. ഇപ്പോൾ ഈ അഴിമതിയും ഭക്തിയും ഒക്കെ കൂടിക്കലർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള രീതികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കേണ്ടത്. കോടതിയിൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പലതും ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഊഹാപോഹങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. കാരണം എല്ലാം ലീക്ക് ഔട്ട് ചെയ്ത് തരുന്ന വാർത്തകൾ മാത്രമാണ്. പക്ഷെ കോടതിയുടെ മുന്നിൽ SIT അവരുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടുവെന്നും അതിനെന്തെല്ലാം ഉത്തരങ്ങൾ വന്നുവെന്നും ആ ഉത്തരങ്ങളിലൂടെ എങ്ങനെയാണ് ഇവരെല്ലാം അകത്തായതും അതേപോലെ തന്നെ ജയിലിലായതും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ശരിക്കും നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ ഇതിലെ ഇൻവോൾവ്മെൻ്റ് ആണല്ലോ. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ശരിക്കും സ്വാധ്യായം നടത്തിയ ആൾ. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളൊക്കെ പഠിക്കുന്ന ഒരാൾ, തന്ത്രശാസ്ത്രവും ഒക്കെ പഠിക്കുന്ന, അമ്പലങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുള്ള, അവിടെ മേളപ്രമാണത്തിനാണെങ്കിലും ശരി, മേളപ്രമാണിയായിട്ടാണെങ്കിലും ശരിയൊക്കെ പോകുന്ന ഒരാളും കൂടിയാണ്. അത്രയും ബന്ധപ്പെട്ട ഒരാൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടുള്ള ഒരാൾ പറയുന്ന വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്നപ്പോൾ അത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്തിനനുവദിച്ചു? പരിപാവനമായ കാനന മധ്യത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് കുടികൊള്ളുന്ന ഒരു ദേവതയുടെ ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാത്യനായ ഒരേ ഒരു ദൈവത്തിൻ്റെ ആ അലങ്കരിച്ചിരിക്കുന്ന വസ്തുക്കൾ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധനമാണോ? അത്രമാത്രം പാവനത്വമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ക്ഷേത്രങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്ന ഒരു കാപട്യമാണോ? വീട്ടിൽ നമ്മൾ ഈ ദാമ്പത്യ ജീവിതം നയിക്കുന്ന വീടുകളിൽ കൊണ്ടുപോകാനുള്ള ഒരു പ്രോപ്പർട്ടിയാണോ അതെന്നൊക്കെ ഒന്ന് ആലോചിക്കാതെ കൊണ്ട് ആകപ്പാടെ ഷൂട്ടിങ് നിർത്തിവെച്ച് അത് വീട്ടിൽ വന്ന് ആരാധിക്കുന്നു, പൂജിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് ഉടനെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലത്തെ ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഒരു സിവിക് സെൻസ് അല്ലെങ്കിൽ ഒരു പൗരബോധം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെയുണ്ടെങ്കിൽ അന്ന് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയുകയും ഈ കേസ് ഇങ്ങനെ ഒരു പരിതോവസ്ഥയിലേക്ക് പോവുകയും ചെയ്യേണ്ട ആവശ്യം വരില്ല. വേരിലെ തന്നെ അത് നുള്ളിക്കളയാമായിരുന്നു, മുളയിലെ തന്നെ അത് നുള്ളിക്കളയാമായിരുന്നു. ഒന്നത്. രണ്ടാമത് നമ്മൾ കണ്ടിട്ടുള്ള പത്രപ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ജയറാമിൻ്റെ വീട്ടിൽ, ഞാൻ കണ്ടിട്ടില്ല, ജയറാമിൻ്റെ വീട്ടിൽ ഇതിന് ശബരിമലയുടേതിന് സമാനമായിട്ടുള്ള വാതിലലങ്കാരങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആരോപിക്കുന്നില്ല അദ്ദേഹം ഈ കേസിൽ കുറ്റവാളിയാണെന്ന്. പക്ഷേ സംശയിക്കണം. ഊമനെ കണ്ടില്ലെങ്കിൽ ഉറിയിലും തപ്പണമെന്നാണല്ലോ. എന്തായാലും ശബരിമലയിൽ കള്ളത്തരവും കൊള്ളത്തരവും ഒരു കാർട്ടലിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നിരിക്കുന്നു. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ യാത്രയിൽ ആറാട്ടെഴുന്നള്ളിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അവർ യാത്രയിൽ ഇദ്ദേഹത്തിനും പങ്കുള്ളതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. പ്രതിയായിട്ടെന്നുള്ള നിലയിലല്ല, സാക്ഷിയായിട്ടാണെങ്കിലും ചോദ്യം ചെയ്യേണ്ടത് ഈ കേസിൻ്റെ ലൂസ് എൻഡ്സിനെ അറിയാൻ അത്യാവശ്യം തന്നെയാണ്. അത് ഒഴിവാക്കേണ്ട കാര്യവുമില്ലെന്നുള്ളതാണ് നമ്മൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു യാഥാർത്ഥ്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ട്. ഈ അടുത്ത ബന്ധം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ വീട്ടിലേക്ക് ഈ പറയുന്ന സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ ശബരിമലയിൽ എന്തോ ഒരു പൂജിക്കുന്ന ഒരു സാധനം കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിന് ഞാൻ വലിയ സ്വീകരണം നൽകി. മാത്രമല്ല ഞാനൊരു ദക്ഷിണ നൽകി. ഈ ദക്ഷിണ നൽകി എന്ന് പറയുന്നത് 100 രൂപയോ 150 രൂപയോ മറ്റോ നൽകിയതാണ്. പക്ഷേ ജയറാമിനെ പോലെ ഒരാൾ ആ പറയുന്നതിനകത്ത് നമുക്ക് വിശ്വസിക്കുന്നതിന് കുറച്ച് പ്രയാസമുണ്ട്. കാരണം ശബരിമലയിലെ ലോഹപ്പാളികൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വീടുകളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വൻതുക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജയറാം കള്ളം പറഞ്ഞോ? ഇനി അതല്ല, ജയറാം ഇടയ്ക്കൊരു വിദേശയാത്ര നടത്തി, അങ്ങനെയാണെങ്കിൽ സ്വർണ്ണം ഒരിക്കലും വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു കണക്ഷനായിട്ട് ഇവിടെ ബന്ധപ്പെടുന്നുണ്ട്. ഇതൊന്നുമല്ല െങ്കിൽ ജയറാമിനെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മനഃപൂർവ്വം പെടുത്തിയതാണോ, അതിന് ചതിച്ചു കൊണ്ടുവന്നാണോ? ജയറാമല്ല ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടത്. അങ്ങനെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, മനഃപൂർവ്വം ചതിച്ചുകൊണ്ടു എന്ന വാർത്തയ്ക്ക് വലിയ പ്രസക്തിയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാം അവർ തമ്മിലുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പാളികളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അത് ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് അത് സ്വീകരിക്കപ്പെടുന്ന സമയത്ത് നൈതികമായ ചില ചോദ്യങ്ങളുണ്ട്. ഒരു ഭക്തന് ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ
കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവും. ഭക്തരല്ലാത്ത ആളുകളിൽ നിന്ന് ഉള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ അതാണ്. ഇപ്പം ജയറാമിന് ഇതെല്ലാം അറിയാവുന്നതാണ്. അമ്പലങ്ങളെക്കുറിച്ച് അറിയാം, അമ്പലങ്ങളുടെ ആചാരങ്ങളെക്കുറിച്ച് അറിയാം. അത് വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ തന്ത്രവിദ്യയെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ജയറാം എന്തുകൊണ്ട് ഇതിൽ പങ്കാളിയായി എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ സംശയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കാം, ഉണ്ണികൃഷ്ണൻ കൊറ്റി പറഞ്ഞിരിക്കാം ഇത് അഴിച്ചെടുത്ത് പൂശുന്നതിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴി അങ്ങയുടെ അടുത്ത് ഇത് കൊണ്ടുവരാനും അങ്ങയുടെ വീട്ടിൽ അത് പ്രദർശിപ്പിക്കാനും അല്ലെങ്കിൽ അത് കുറച്ചു നേരം വെക്കാനും അതിൻ്റെ ഐശ്വര്യം വീട്ടിലേക്ക് പകർത്താനും ഒക്കെയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഒരുപക്ഷേ ജയറാം അത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരാൾ പ്രശസ്തനാണോ, സിനിമാ നടനാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവാണോ, മന്ത്രിയാണോ എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. ഇവിടെ ഒരു മോഷണം നടക്കുകയും ആ മോഷണത്തിൽ പങ്കാളികളായി ഇവരെല്ലാം വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഇവരെ സാധാരണ രീതിയിൽ വിളിക്കുന്നത് കള്ളൻ എന്നാണ്. അങ്ങനെ കള്ളനായി കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്തിട്ട് അസ്ഥിരീകരിക്കപ്പെട്ടാൽ, കാരണം ഇതുവരെ ഇത് കള്ളൻ എന്ന് പറയാവുന്ന തരത്തിൽ സ്ഥാപിക്കപ്പെടാവുന്നതൊന്നും ആയിട്ടില്ലല്ലോ. ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഭാഗഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പോറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് മോഷണം നടത്തിയ ഒരാളാണ്, അതിൽ വിദഗ്ധനാണ് എന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യമാണ്. ആ മോഷണം നടത്തിയ ഒരാളുടെ ഒപ്പം ഇരുന്നു എന്നുള്ളതും അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു എന്നുള്ളതും ആചാരവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിൽ അയാൾ പങ്കാളിയായി എന്നുള്ളതും ഒക്കെയാണ് ജയറാമിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളെന്ന്. ഈ ആരോപണങ്ങൾ ബോധപൂർവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലോടുകൂടി നിർവഹിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ സമൂഹം തീർച്ചയായിട്ടും അയാളെ കുറ്റവാളിയായിട്ട് കണക്കാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതല്ല നമ്മൾ ഈ ശബരിമലയിൽ എപ്പോഴും പറയുന്നത് പോലെ അറിവില്ല പൈതമായി അല്ല, അറിവില്ല പൈതങ്ങളെ കാത്തുരക്ഷിക്കണം പൊന്നുസ്വാമി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഒരു അറിവില്ല പൈതനായിട്ട് മാത്രമാണ് ഇദ്ദേഹം അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ സാക്ഷിയായിട്ട് ചോദ്യം ചെയ്യുകയും സാക്ഷിയായിട്ട് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തി വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. പക്ഷേ ജയറാം ചോദ്യം ചെയ്യപ്പെടലിന് വിളിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം നമ്മളുടെ പ്രമുഖരായിട്ടുള്ള ആളുകൾ പിന്നെ ആരും പുറത്തു വന്നില്ല അല്ലേ. പോറ്റിയെ ചോദ്യം ചെയ്തു, പോറ്റി അകത്തായി. പിന്നീട് പോറ്റി പറഞ്ഞ് മുരാരി ബാബു അല്ലേ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമായി, മുരാരി ബാബുവും അകത്തായി. തുടർന്ന് വന്ന് ഓരോരുത്തരും അകത്തായി. വാസുവിനെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ കരുതുന്നത് ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ വിടുമെന്നാണ്. ആദ്യം അങ്ങനെ ചോദ്യം ചെയ്ത് വിട്ടു. പിന്നീട് പലരും പറഞ്ഞു, ഈ അകത്ത് കിടക്കുന്ന ആൾക്കാർ പറഞ്ഞു വിടലുകളെ ഈ കളവിനൊക്കെ കൂട്ടുന്ന അയാളാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് രണ്ടാം അദ്ദേഹത്തെ ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് പത്മകുമാറിനെയും ഇതേപോലെ തന്നെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തതിന് ശേഷം പുറത്തേക്ക് വിടാൻ പറ്റാത്തതാണ് എന്ന് ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് തോന്നിയപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കേണ്ടി വന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതുപോലെ ജയറാം അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളത് ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ ഉയരുന്ന ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യമാണ്. ഈ പത്മകുമാറിനെ SIT ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡി മേടിക്കുള്ളൂ, അതുകൂടെ മേടിച്ചാൽ വലിയ നിർണായകമായി നീക്കം നടത്തുമോ? അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്തുകൂടെ? കസ്റ്റഡി ചോദിക്കുന്നുണ്ട്. SITയുടെ ഒരു മീറ്റിംഗ് എല്ലാ ദിവസവും ചേരാറുണ്ട്. ആ SITയുടെ മീറ്റിങ്ങിൽ പിയേഴ്സൺ മാസ്റ്റർ പറഞ്ഞ പോലെ രണ്ട് അഭിപ്രായങ്ങളുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഒരു വിഭാഗം പറഞ്ഞത് ജയറാമിനെ ചോദ്യം ചെയ്യണം. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞത് ഈ വാക്കാണ് ഉപയോഗിച്ചത്, VIP ആണ് അദ്ദേഹം, അതുകൊണ്ട് ചോദ്യം ചെയ്യണം. അങ്ങനെ ഒരു VIP അല്ലല്ലോ നമ്മുടെ നീതിപീഠങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയും ഭാരതീയ നീതിന്യായ ശാസനയും പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ആൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ എന്നാണ് പറയുന്നത്. അതനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും SITയുടെ ഒരു വിഭാഗത്തിന് അവിടെ അഭിപ്രായം തെറ്റിയിട്ടുണ്ട്. അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ ഒരു കേസാണ്, പ്രൊഫഷണലായിട്ട് ഹൈക്കോടതി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കേസാണ്. ആ കേസിൽ പഴുതടയ്ക്കാത്ത അന്വേഷണമാണ് വേണ്ടത്. ഇപ്പോൾ ജയറാമിനെ അറസ്റ്റ് ചെയ്യണമെന്നും ആർക്കും അഭിപ്രായമൊന്നുമില്ല. ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ അഭിമുഖം ചെയ്തിട്ടുണ്ട്. വളരെ വിനയാന്വിതനായിട്ട് പെരുമാറുന്ന, ഈ അതിവിനയം ചിലപ്പോൾ കുഴപ്പമാണെന്നും പറയാറുണ്ട്, അങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ വളരെ പോപ്പുലറായൊരു നടനുമാണ്. പക്ഷേ എന്നാൽ പോലും ഈ കേസിൻ്റെ ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷന് തീർച്ചയായിട്ടും അദ്ദേഹം സ്വയം ഹാജരായി ഇത് പറഞ്ഞില്ലെങ്കിൽ SIT തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാ VIPകളും അന്വേഷണം വിധേയരാകേണ്ടതാണ്. VIP പരിഗണന അവർക്ക് കൊടുക്കാതെ തന്നെ മുഖം നോക്കാതെ ചോദ്യം ചെയ്യലും നടക്കണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കുറഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ പറ്റും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.